വൈകിയാണെങ്കിലും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കും എന്നതിൽ ഒരു സംശയവും അന്ന് തന്നെ പങ്കുവെച്ചതാണ്. അന്ന് പറഞ്ഞത് ഇപ്പോൾ ഏറെക്കുറെ സത്യമായിരിക്കുകയാണ്. കാരണം എന്താണെന്നല്ലേ, കോൺഗ്രസിൻ്റെ വിശ്വനായർ പൗരൻ തരൂർജി പറഞ്ഞത് ബാബരി പള്ളി പൊളിച്ചതിൽ ഇപ്പോൾ തർക്കം ഒന്നും ഇല്ലെന്നാണ്. അദ്ദേഹത്തിന് കുറേ മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നും മുസ്ലിം സ്ഥാപനങ്ങളുമായൊക്കെ അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ടെന്നും അവരാരും ഒരു തർക്കവും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, പള്ളി പൊളിച്ചതെല്ലാം മറക്കണം, ഇനി അതൊന്നും മനസ്സിൽ വെക്കേണ്ടതില്ല എന്ന്. അതായത് പഴയ കാലത്തെ കഥകളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് മോദിയെയും കൂട്ടരെയും സങ്കടപ്പെടുത്തരുതെന്ന്. സംഗതി തരൂർജി വാലുപൊക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടി കാണുമല്ലോ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും തനിക്കതൊന്നും ബാധകമല്ല എന്നും താനും ഒരു രാമഭക്തനാണ് എന്നുമാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിക്കുള്ള പങ്ക് കിറുകൃത്യമായി പറഞ്ഞ BBC-യുടെ മോദി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററിയെയും ആശാൻ എതിർത്തിരുന്നു. തലയിൽ ആൾതാമസമുള്ള എല്ലാവരും അതിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തരിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അന്ന് തരൂർജി പറഞ്ഞത് ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നുകളഞ്ഞതൊക്കെ മറക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായതുകൊണ്ട് ഇനി അതൊക്കെ പറഞ്ഞു നടക്കുന്നത് രാജ്യത്തിന് തന്നെ മോശമാണെന്നാണ്. ഈ അഭിപ്രായമുള്ള ഒരാൾ പള്ളി പൊളിച്ചതും കലാപമുണ്ടാക്കി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതും മറക്കണമെന്ന് പറയുന്നതിൽ ഒരത്ഭുതവുമില്ല. രണ്ടാമതായി വന്നത് ക്ഷേത്ര ഉദ്ഘാടന ദിവസം അവധി കൊടുക്കുന്ന കാര്യത്തിലാണ്. BJP അനുകരിച്ച് ഹിമാചൽ പ്രദേശിലും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശ് ആരുടെ കയ്യിലാണെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ, നമ്മുടെ മതേതര കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെ. സർക്കാർ വകുപ്പുകൾ, ബോർഡുകൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ തുടങ്ങി എല്ലാത്തിനും പൊതു അവധി നൽകിയിരിക്കുകയാണ്. ദിവസവേതനക്കാരായ ജീവനക്കാർക്കും ഈ അവധി ബാധകമാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഹനുമാൻ വേഷം കെട്ടി ആടിയ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഈ വേളയിൽ നമുക്ക് സ്മരിക്കാം. കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരാണ്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം അത് ഉറപ്പിക്കുന്നു.